ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. ദേവസ്വം ബോർഡ് തീരുമാനം ജയശ്രീ തിരുത്തിയതായി കണ്ടെത്തിയിരുന്നു. സുപ്രീം കോടതി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജയശ്രീ SITക്ക് മുന്നിൽ ഹാജരായത്. ഷീജ ചേരുകയാണ്. ഷീജ, വിശദാംശങ്ങൾ. തീർച്ചയായും ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പസമയം മുമ്പാണ് എസ് ജയശ്രീ അന്വേഷണ സംഘത്തിന് മുന്നിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നത്. ഇന്ത്യക്കിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ, SITയുടെ പ്രത്യേക ഓഫീസിലാണ് ഇപ്പോൾ ജയശ്രീ ഹാജരായിരിക്കുന്നത്. ഉടൻ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നതായിരിക്കും. ജയശ്രീയുടെ അറസ്റ്റ് നേരത്തെ തന്നെ ജയശ്രീ സുപ്രീം കോടതിയെ സമീപിച്ച് ആ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ജയശ്രീ ഹാജരായിരിക്കുന്നത്. ഏതായാലും നേരത്തെ ഈ 2019 ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്നു. ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ദേവസ്വം ബോർഡിന്റെ തീരുമാനം ജയശ്രീ തിരുത്തിയതായി കണ്ടെത്തിയിരുന്നു. അത് തന്നെയാണ് ജയശ്രീക്കെതിരെ പ്രധാനമായും ഉള്ള ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇനിയിപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടക്കാനിരിക്കുന്നത്. എസ് ജയശ്രീ SITക്ക് മുന്നിൽ ഹാജരായി. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.